ശബരിമല വിഷയത്തിൽ ഇപ്പോൾ രാജ്മോഹൻ ഉണ്ണിത്താനും പെട്ടിരിക്കുകയാണ്. പ്രസംഗിക്കുന്നതിനിടെ ശബരിമലയും പ്രചാരണ വിഷയമാക്കിയെന്നാരോപിച്ചാണ് കാസർഗോഡ് UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ പരാതിയുമായി LDF രംഗത്തെത്തിയിരിക്കുന്നത്. പയ്യന്നൂർ അരവഞ്ചാലിൽ ഏപ്രിൽ 8-ന് ഉണ്ണിത്താൻ നടത്തിയ പ്രസംഗമാണ് ഇപ്പോൾ പരാതിക്ക് ഇട നൽകിയിരിക്കുന്നത്. ശബരിമല വിഷയം പ്രസംഗത്തിനിടയിൽ പരാമർശിച്ചുവെന്ന് ആരോപിച്ചാണ് പരാതി. വിഷയത്തിൽ LDF കാസർഗോഡ് മണ്ഡലം സെക്രട്ടറി വി രാജേഷ് MLA മുഖ്യ വരണാധികാരിയായ കളക്ടർ ഡോക്ടർ C സജിത് ബാബുവിന് പരാതി നൽകിയിരിക്കുകയാണ്. പ്രസംഗത്തിന്റെ വീഡിയോ ക്ലിപ്പിംഗും പരാതിക്കൊപ്പം സമർപ്പിച്ചിട്ടുണ്ട്. മണ്ഡലത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഈ പ്രശ്നം ആവർത്തിച്ചിട്ടുണ്ടെന്നും പരാതിയിൽ പറയുന്നുമുണ്ട്. ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയെ അവഹേളിക്കുകയും മതവികാരം ഇളക്കിവിടുകയും ചെയ്യുന്ന രീതിയിൽ പ്രസംഗിച്ചുവെന്നാണ് ഉണ്ണിത്താനെതിരെയുള്ള പരാതി. LDF സർക്കാർ വിശ്വാസികൾക്കെതിരാണെന്നും ഉണ്ണിത്താൻ പറയുന്നുണ്ട്. ശബരിമല തിരഞ്ഞെടുപ്പ് വിഷയമാക്കരുതെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്കർഷിച്ചിരിക്കുന്ന അവസ്ഥയിലാണ് തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ച UDF സ്ഥാനാർത്ഥി ഉണ്ണിത്താൻ ഇത്തരത്തിൽ പരാമർശം നടത്തിയിരിക്കുന്നത്. ഇങ്ങനെ പരാമർശം നടത്തിയ ഉണ്ണിത്താനെതിരെ പരാതി നടപടി സ്വീകരിക്കണമെന്നും ആവശ്യമുയരുന്നുണ്ട്. നേരത്തെ പ്രസംഗത്തിനിടയിൽ അയ്യപ്പന്റെ പേര് പരാമർശിച്ചുവെന്ന് ആരോപിച്ച് തൃശൂരിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയോട് ജില്ലാ കളക്ടർ വിശദീകരണം തേടിയിരുന്നു. തുടർന്ന് 48 മണിക്കൂറിനുള്ളിൽ ജില്ലാ കളക്ടർ മുൻഭാഗം സുരേഷ് ഗോപി വിശദീകരണം നൽകണം എന്നായിരുന്നു നിർദ്ദേശം. എന്നാൽ അതിന് വിശദീകരണ മറുപടിയായി സുരേഷ് ഗോപി നൽകിയത് താൻ ചട്ടം ലംഘിച്ചിട്ടില്ലെന്നും ഇഷ്ടദേവന്റെ പേര് പോലും ഉച്ചരിക്കാൻ സാധിക്കാത്തത് ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഗതികേടാണ് എന്നുമാണ് സുരേഷ് ഗോപി പറഞ്ഞത്. എന്തൊരു ജനാധിപത്യമാണിത്! ജനങ്ങൾ ഇതിനെയും കൈകാര്യം ചെയ്യും. ഇതിനുള്ള മറുപടിയും അവർ നൽകും. കളക്ടറുടെ നോട്ടീസ് സംബന്ധിച്ച് മാധ്യമങ്ങളുടെ ചോദ്യത്തിനായിരുന്നു അദ്ദേഹം ഇങ്ങനെ ഒരു മറുപടി നൽകിയത്. ദിവസങ്ങൾക്ക് മുമ്പാണ് തൃശൂരിലെ തേക്കിൻകാട് മൈതാനിയിൽ NDA കൺവെൻഷനിടെ സുരേഷ് ഗോപി അയ്യന്റെ പേര് പറഞ്ഞ് പണി വാങ്ങിവെച്ചത്. ഇത് ശ്രദ്ധയിൽപ്പെട്ട തൃശൂർ ജില്ലാ കളക്ടർ TV അനുപമ പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്ന് ചൂണ്ടിക്കാട്ടി സുരേഷ് ഗോപിക്ക് നോട്ടീസ് അയക്കുകയായിരുന്നു. തിരഞ്ഞെടുപ്പിൽ ജാതിയും മതവും പറഞ്ഞ് വോട്ട് തേടരുതെന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നിർദ്ദേശം ലംഘിച്ചതിനാണ് സുരേഷ് ഗോപിക്കെന്ന് നോട്ടീസ് അയച്ചത്. സുരേഷ് ഗോപി മാതൃകാ പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്ന് നോട്ടീസ് ജില്ലാ കളക്ടറും ചൂണ്ടിക്കാട്ടിയിരുന്നു. 48 മണിക്കൂറിനകം വിശദീകരണം നൽകണമെന്നാണ് ജില്ലാ കളക്ടർ സുരേഷ് ഗോപിക്ക് നിർദ്ദേശം നൽകിയിരുന്നത്. ഈ സമയത്തിനുള്ളിൽ നൽകിയ വിശദീകരണം തൃപ്തികരമാണോ എന്ന് നോക്കിയതിന് ശേഷമായിരിക്കും ബാക്കി നടപടികളിലേക്ക് പോവുക എന്നും പറഞ്ഞിരുന്നു. എന്തായാലും ഇപ്പോൾ അന്ന് സുരേഷ് ഗോപി പെട്ടു. അതേ ഇത് തന്നെയാണ് ഇപ്പോൾ ഉണ്ണിത്താനും വന്നുപെട്ടിരിക്കുന്നത്. അന്ന് സുരേഷ് ഗോപി ശബരിമല വിഷയം പ്രചരണ ചടങ്ങുകളിലൊക്കെ പറഞ്ഞു എന്നുള്ളത് കാണിച്ച് LDFും UDFും ഒക്കെ വലിയ വാഗ്വാദങ്ങളുമായൊക്കെ മുന്നിൽ വന്നിരുന്നു. അതിനിടയ്ക്കാണ് ഇപ്പോൾ UDFിന്റെ തന്നെ കാസർഗോഡ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ ഇത്തരത്തിലൊരു ശബരിമല പരാമർശം നടത്തി വിവാദങ്ങളിൽ പെടാൻ പോകുന്നത്. എന്തായാലും അത് LDF പ്രചരണ ആയുധമാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അവരത് തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതിയായി നൽകിയിട്ടുണ്ട്. നിലവിൽ UDFിന്റെ പ്രചരണങ്ങളൊക്കെ ഒരു മങ്ങിയ അവസ്ഥയിലാണ്. കോഴിക്കോട്, വടകരയും തിരുവനന്തപുരവും ഒക്കെ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നതും അങ്ങനെയാണ്. ആ സാഹചര്യം നിലനിൽക്കുമ്പോഴും കാസർഗോഡ് ഉണ്ണിത്താൻ പ്രചരണ രംഗത്ത് മുന്നിലായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്ന സാഹചര്യത്തിലും ഇനി എന്താകും? ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുത്താൽ എന്ത് നടപടിയാകും ഉണ്ണിത്താനെതിരെ എടുക്കാൻ പോകുന്നത്? ഇത് എത്തരത്തിൽ UDFിന് പ്രതിസന്ധിയിലാകും? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ BJP ഏറെ പ്രതിസന്ധിയിൽ നിർത്തിയ സംഭവമായിരുന്നു ശബരിമല വിഷയം. തൃശ്ശൂരിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ഉന്നയിച്ചത് അതേ അവസ്ഥ തന്നെയാണ് ഇപ്പോൾ UDFിന് വന്നു നിൽക്കുന്നത്. ഇനി എന്താകും ഈ കാര്യങ്ങളിലെ പ്രതിസന്ധികൾ മറനീക്കി പുറത്തു വരുന്നത് എന്ന് വരുന്ന മണിക്കൂറിൽ കാത്തിരുന്ന് കാണാം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.